അപ്പോൾ നമ്മുടെ ഈ കേസ് കാർഡും ജെസിയും തമ്മിലുള്ള ആ ഒരു സിലബസിന്റെ വ്യത്യാസം എന്താണ് സർ? സെയിം ആണ്. പിന്നെ നമ്മുടെ ഈ സഹകരണ മേഖലയിൽ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് CSEB തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ എന്തിനാണ് ഈ കേസ് കാർഡും ജെസിയും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മുടെ കഴിഞ്ഞ JCA പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വന്നവരെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ അതില് എല്ലാവർക്കും നമസ്കാരം. സഹകാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം. നമ്മുടെ കൂട്ടുകാരെല്ലാവരും കാത്തിരുന്ന കേസ് കാർഡും അതുപോലെ തന്നെ ഖാദി ബോർഡ് ജെസി നോട്ടിഫിക്കേഷൻ സാർ വന്നു കഴിഞ്ഞു. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ 100 ചോദ്യങ്ങളുമാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് എന്നായിരിക്കും എക്സാം എന്നാണ്? എക്സാമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലൂടെയൊക്കെ പ്രതീക്ഷിക്കാം. മാക്സിമം നമുക്കൊരു 5 to 6 months കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. അതിനുള്ളിൽ നമ്മളിത് പ്രിപ്പയർ ചെയ്ത് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. 6 മാസം കിട്ടും. 6 മാസം കിട്ടാൻ സാധ്യതയാണ്. സാർ, അപ്പൊ നമ്മുടെ ഈ കേസ് കാർഡും ജെസിയും തമ്മിലുള്ള ആ ഒരു സിലബസിന്റെ വ്യത്യാസം എന്താണ് സാർ? സെയിം ആണ്. നമുക്ക് ഈ കോപ്പറേറ്റീവ് ലെവൽ എക്സാംസ് എന്ന് പറയുമ്പോഴത്തേക്കും കേരള ബാങ്കിനാണെങ്കിലും JCIക്ക് ആണെങ്കിലും ഒരു സിലബസ് വന്നത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ ഒരു സിലബസ് നമുക്ക് JCIക്ക് പ്രതീക്ഷിക്കണം. കേസ് കാർഡ് ബാങ്കിൽ ഫിനാൻസിന്റെ ടോപ്പിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന് മുന്നേ ഉള്ള അസംഷൻ നമ്മൾ മാറ്റം വരികയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടന്റുമായിട്ട് നമ്മൾ വരുന്നത്. ഫിനാൻസിന്റെ ടോപ്പിക്ക് പഠിക്കണമെന്ന് വെച്ചാൽ പഠിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. ഇപ്പോൾ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ആ ഒരു സിലബസ് ഒരു റീടേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിന് മുന്നേ കൊടുത്ത സിലബസിൽ എന്തായിരുന്നു എന്നുള്ള കാര്യം പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നേരത്തെ സിലബസ് ഡീറ്റെയിൽഡ് അല്ലായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽഡ് സിലബസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫിനാൻസിന് നമുക്ക് 40 മാർക്ക്, 50 മാർക്കിന് കോർപ്പറേഷൻ, അതുപോലെ 10 മാർക്കിന് IT, ഇങ്ങനെയാണ് അന്ന് സിലബസ് വന്നിരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സ്ട്രാറ്റജി, സഹകാരിയുടെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ പഴയ കേസ് കാർഡ് ബാങ്കിന്റെ ക്വസ്റ്റിനെ ഡീകോഡ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ഡീകോഡ് ചെയ്യലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡീകോഡ് ചെയ്തുകൊണ്ട് തന്നെ, കാരണം നമുക്ക് ഡീറ്റെയിൽഡ് സിലബസ് ഉണ്ടെങ്കിൽ ഈ ഡീകോഡിങ്ങിന്റെ ആവശ്യമില്ല. ആ സിലബസ് പഠിപ്പിച്ചു കൊടുത്താൽ അതെ പേരുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ഡീകോഡ് ചെയ്ത് നമുക്ക് ഓരോ ചോദ്യങ്ങൾ, ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഫിനാൻഷ്യൽ മാനേജറിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുള്ള മേഖലകളൊക്കെ കവർ ചെയ്ത് കൊണ്ട് പോയാൽ മാത്രമേ നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത്തരത്തിൽ കേസ് കാർഡ് ബാങ്കിലെ പ്രിപ്പറേഷൻ നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ സിലബസിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാകുമെന്നൊരു അസംഷനും കൂടെ നമുക്ക് ഉണ്ടെന്നുള്ളതാണ്. നമുക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി അതെ അതിലേക്ക് അതിന്റെ ഒരു സാധ്യതയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. പിന്നെ നമ്മുടെ ഈ സഹകരണ മേഖലയിൽ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് CSEB തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ എന്തിനാണ് ഈ കേസ് കാർഡും ജെസിയും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻസ് പറയുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് എടുത്ത് പറയാനുള്ളത് അതിന്റെ സാലറി സ്കെയിൽ തന്നെയാണ്. കേസ് കാർഡ് ബാങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വന്നിരിക്കുന്ന സാലറി സ്കെയിൽ ഡിഫറൻ്റ് ആണ് കേട്ടോ. അത് പ്രീ റിവൈസ്ഡ് സ്കെയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കേസ് കാർഡ് ബാങ്കിലെ ഗ്രോസ് പേ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഫസ്റ്റ് മന്ത് കയറുമ്പോൾ തന്നെ ഗ്രോസ് പേ 50K പ്ലസ് ആണെന്നുള്ളതാണ്. അതുപോലെ രണ്ടാമത് നമ്മുടെ JCI ഖാദി ബോർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെയും പേ സ്കെയിൽ ആണ് ആദ്യത്തെ ഒന്നാമത്തെ ഫാക്ടർ. രണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ജോബിന്റെ സ്വഭാവം തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നമുക്ക് കമ്പയർ നോക്കാവുന്നതാണ്. CSEBയും കേസ് കാർഡ് ബാങ്കുമായിട്ട് കമ്പയർ നോക്കാവുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഞാൻ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പറയാൻ വിട്ടുപോയി. നേരത്തെ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കഴിഞ്ഞ JCI പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വന്നവരെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ അതിൽ ആദ്യ റാങ്കുകൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 10ൽ 6 റാങ്കുകളും സഹകാരിയുടെ ചുണക്കുട്ടിയിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. വളരെ വിശാലമായിട്ടുള്ള ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉടൻ തന്നെ ഉണ്ടാകും. കാരണം നമ്മളിങ്ങനെ കൊടുക്കുന്നില്ല നാണയത്തൊട്ടുകൾ പൊട്ടിച്ചെടുക്കൂലേ, അതേപോലെ നമ്മൾ കുടുക്ക പൊട്ടിച്ച് റിസൾട്ട്സ് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കും. അതെ. അപ്പം നിലവിൽ മൊത്തം 200 മുകളിൽ എന്തായാലും ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. നാളെ മറ്റന്നാളാകുമ്പോൾ ഏകദേശം എന്റെ കണക്കെടുപ്പ് കഴിയും. ഇപ്പോൾ കുറെ പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കോൾ എടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് പേഴ്സണലായിട്ട്. അതെ. അപ്പോൾ അത് വളരെ വലിയ സന്തോഷമാണ്. മാത്രമല്ല നമ്മളൊരു ഓൾ കേരള ട്രിപ്പിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രിപ്പും പിന്നെ ഒരു വലിയൊരു മീറ്റപ്പും സഹകാരിയുടെ കേരള ബാങ്ക് റാങ്ക് ഹോൾഡേഴ്സും ഇതും കൂടെ വെച്ച് നടത്തുമ്പോൾ വലിയൊരു മീറ്റപ്പ് തന്നെ ആയിരിക്കും. കാരണം ഏകദേശം രണ്ടും കൂടെ വരുമ്പോൾ ഏകദേശം 800-ലധികം ഉദ്യോഗാർത്ഥികൾക്ക് റാങ്ക് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ വളരെ മറ്റൊരു സന്തോഷം, നമ്മൾ ICD സൂപ്പർവൈസറിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പോൾ സഹകാരി കൈവച്ചാൽ എത്രാമത്തെ റാങ്ക് കിട്ടാൻ സാധ്യത നോക്കളെ? എത്രാമത്തെ? 1ാം റാങ്ക്. അത് കുറഞ്ഞ് നമുക്ക് കളിയില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ICD സൂപ്പർവൈസറിലും റിട്ടൺ എക്സാമിനേഷനിൽ വിജയലക്ഷ്മിയാണ് 1ാം റാങ്ക് ഹോൾഡർ. ഒരെണ്ണം കാസർഗോഡ് അങ്ങ് ഏറ്റവുമാണെങ്കിൽ ഒരെണ്ണം ഇവിടെ തിരുവനന്തപുരത്താണ് ഫസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. കുറച്ച് അധികം നമ്മൾ വലിയൊരു യാത്രകളുടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ഒരു സന്തോഷ വർത്തമാനം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റിന്റെ ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ CSEB വേണോ JCI വേണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അറ്റ്മോസ്റ്റ് തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഒരു കുട്ടി, ഒരു 22 വയസ്സായ ഒരു കുട്ടി നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലർ ലാസ്റ്റ് ചാൻസസ്, കേസ് കാർഡ് ബാങ്കിന് ഗുണമുണ്ട്, 40 വയസ്സ് വരെ അപേക്ഷിക്കാം, അങ്ങനെ ഗുണമുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾക്കൊരു ഡു ഓർ ഡൈ സിറ്റുവേഷനിൽ കടന്നു പോയിക്കൊണ്ട് ഒരു മികച്ച ജോലി തന്നെ വേണം. മാത്രമല്ല
നമുക്ക് അംഗീകാരം കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അംഗീകാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്തരത്തിൽ ഒരു മികച്ച ജോലി തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് തന്നെ ചൂസ് ചെയ്ത് നിൽക്കാവുന്നതാണ്. മാത്രമല്ല നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് അതിനുവേണ്ടി സജ്ജമാണ്. കഴിഞ്ഞ JCI പരീക്ഷയിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറഞ്ഞ 400 പേരിൽ നല്ലൊരു ശതമാനം ഓൺലൈനും ഓഫ്ലൈനിൽ വളരെ വലിയൊരു വെയിറ്റേജ് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് എന്നുള്ള ഉദ്യോഗാർത്ഥി വന്നിട്ടുണ്ട്. അപ്പോൾ ഓഫ്ലൈൻ്റെ റിസൾട്ട് പ്രത്യേകം അനൗൺസ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ഫോളോ ചെയ്യുന്ന സ്ട്രക്ചറാണ്. സർ, ഓഫ്ലൈൻ ക്ലാസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്കിപ്പം എല്ലാ ജില്ലയിൽ നിന്നും ഇങ്ങോട്ട് വരാൻ പിള്ളേർ വില്ലിംഗ് ആണ്. അപ്പൊ അവര് ചോദിക്കുന്നത് അവർക്കൊരു താമസ സൗകര്യമാണ്. ഓക്കെ, താമസ സൗകര്യത്തെ കുറിച്ച് നിങ്ങൾ ആരും വേവലാതിപ്പെടേണ്ട കാര്യമില്ല. കാര്യം എന്ന് പറയുമ്പോൾ ആദ്യം എനിക്ക് എടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ദൂര ജില്ലകളിൽ നിന്ന് വരുന്ന ഉദ്യോഗാർത്ഥികൾ ഉറപ്പായിട്ട് നിങ്ങളുടെ രക്ഷകർത്താക്കളോടൊപ്പം തന്നെ വരിക, എന്നാൽ മാത്രമേ നമ്മുടെ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. എസ്പെഷ്യലി ലേഡീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക എല്ലാവരും. പിന്നെ നിങ്ങൾ വരുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്കിപ്പോൾ നമ്മുടെ തമ്പാനൂർ എന്ന് പറയുമ്പോൾ വലിയൊരു എഡ്യൂക്കേഷണൽ ഹബ്ബാണ്. നമുക്ക് തൊട്ടടുത്ത് തന്നെ നടന്നു വരാൻ പാകത്തിനുള്ള തന്നെ ഒത്തിരി വർക്കിംഗ് വിമൻസ് ഫെസിലിറ്റീസും സ്റ്റുഡൻസ് ഹോസ്റ്റൽ ഫെസിലിറ്റീസും ഒത്തിരി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വരുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഉള്ള അസിസ്റ്റൻസ് കിട്ടും. നിങ്ങൾക്ക് വേണ്ടുന്ന താമസ സൗകര്യം കണ്ടുപിടിക്കാനുള്ള അസിസ്റ്റൻസ് കിട്ടും. മാത്രമല്ല ഇപ്പോൾ നിലവിൽ തന്നെ ഏകദേശം 40ഓളം ഉദ്യോഗാർത്ഥികൾ ഇവിടെ നിന്ന് പഠിച്ച CSBക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു കമ്പൈൻ സ്റ്റഡി ഫെസിലിറ്റിയും കൂടെ നമുക്ക് അങ്ങനെ വരുന്ന ആൾക്കാരെ കിട്ടും. പിന്നെ വേറൊരു രസമല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം കണ്ടുവന്നിട്ടുണ്ടെന്ന് വെച്ചാൽ, ഈ കുട്ടികൾ എസ്പെഷ്യലി നമുക്ക് കാസർഗോഡ് നിന്നൊക്കെ നമുക്ക് ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് വന്ന കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വലിയ പറിച്ച് നടന്നു അല്ലേ മിസ്സേ? തീർച്ചയായും അങ്ങറ്റത്തും ഇങ്ങറ്റം വരുമല്ലേ. അതെ, ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് വരെയുള്ള യാത്രയൊക്കെ നമുക്കൊരു രസകരമായിട്ട് പോയിട്ട് വരാം. പക്ഷേ കാസർഗോഡ് എത്തുമ്പോഴത്തേക്കും സംഭവത്തിരി ഒരു വേറൊരു രാജ്യം പോയിട്ട് നമുക്കൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കുന്ന കുട്ടി, അങ്ങനെയല്ല, വട്ടവർ മേ ബി നിങ്ങൾ നിങ്ങളുടെ ഹോം പ്ലേസ് വിട്ട് നിങ്ങൾ മാറി നിൽക്കുമ്പോഴത്തേക്കും ആ ഉദ്യോഗാർത്ഥിയിൽ സംഭവിക്കുന്നൊരു സൈക്കോളജിക്കൽ ചേഞ്ച് ഉണ്ട്. എന്താ വെച്ചാൽ, ഒന്ന് യു ആർ ലീവിങ് യുവർ സേഫ് സോൺ അല്ലേ? നമ്മുടെ നാട്, വീട്, അമ്മ, അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെപ്പോഴും സേഫ് സോണിലാണ്. നമ്മൾ ഉഴപ്പാൻ ഭയങ്കര ചാൻസാണ് ഇല്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മൾ സേഫ് സോൺ. അപ്പോൾ സേഫ് സോൺ വിട്ട് പുറത്ത് വരിക ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, നമുക്ക് ഇനി ജോലിയില്ല നാട്ടിൽ ചെന്നാൽ വിട്ട് വരികയും ചെയ്തു എല്ലാവരും അറിയുകയും ചെയ്ത് നാണക്കേടാണ്. പറ്റുകയല്ല, വേറെ നിവൃത്തിയില്ല, പഠിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ സഹകാരിയിലേക്ക് ഇതേപോലെ ചേക്കേറിയ ഉദ്യോഗാർത്ഥികൾ ഒന്നടങ്കം നല്ലൊരു ശതമാനം കേട്ടോ. അപ്പോൾ അതിൽ ഉഴപ്പ് നമുക്ക് വളരെ കുറവാണ്. നല്ലൊരു ശതമാനം ജോലിയും കൊണ്ട് തിരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചൊരു ഗ്രേറ്റ് ലീപ്പാണ് കേട്ടോ, മുമ്പോട്ടുള്ളൊരു വലിയൊരു ലീപ്പാണ്. അത് നിങ്ങൾ എടുക്കുക, നിങ്ങൾ വളരെ ആലോചന എടുക്കുക എന്നുള്ളതാണ്. സർ, ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എല്ലാവരും ഏജ് ലിമിറ്റ് നോക്കുന്നതോടൊപ്പം തന്നെ നോക്കി വെക്കുന്ന ഒന്നാണ് വേക്കൻസി. അതെ, അപ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് അതിനകത്തുള്ളത്. കാര്യം എന്ന് പറയുമ്പോൾ, ഒന്ന് കാസ്കാഡ് ബാങ്കിൻ്റെ ലിസ്റ്റിൽ ഇപ്പോൾ കിടപ്പുണ്ട്. അപ്പോൾ ലിസ്റ്റ് ഇപ്പോൾ ഉടനെ തീരും. അപ്പോൾ നമ്മുടെ ഈ ലിസ്റ്റ് വരുന്ന മുറയ്ക്ക് ഏകദേശം ഒരു 6 മാസത്തെ, അടുത്ത മെയ് മാസത്തിനുള്ളിൽ തീരും. അപ്പോൾ ഒരു 6 മാസം വേക്കൻസി, പിന്നെ ഒരു 3 വർഷം അല്ലേ മിസ്, നമുക്ക് ഒരു കാലാവധി വരുന്നുള്ള ആ സമയത്ത് വരുന്ന വേക്കൻസികളാണ് വരാൻ സാധ്യതയുള്ളത്. നമുക്കൊരു 100 അടുപ്പിച്ച് വേക്കൻസികൾ കാസ്കാഡ് ബാങ്കിൽ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ ഖാദി ബോർഡ് ഏകദേശം ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 58 അഡ്വൈസാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിനകത്തുള്ള ഗുണമെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എടുത്ത് മനസ്സിലാക്കുക, സപ്പോർട്ടിംഗ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ഉണ്ടെന്നുള്ളതാണ്. എന്താ സപ്പോർട്ടിംഗ് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ, കേരള ബാങ്കിൻ്റെ റാങ്ക് ലിസ്റ്റ്, ഇതാ യമണ്ട റാങ്ക് ലിസ്റ്റ് കിടപ്പുണ്ട്, പിന്നെ JCയുടെ റാങ്ക് ലിസ്റ്റ് കിടപ്പുണ്ട്. അപ്പോൾ ഇത് രണ്ടിലും അഡ്വൈസ് നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും മറ്റേലും കുറേ പെടാൻ പോകുന്നത്. അതെ, NJD പടപടാ ഇഷ്ടമാതിരി NJD വരും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഉള്ള റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടാനുള്ള ശ്രമം ഉണ്ടാക്കുക. എങ്ങനെയായാലും അല്ലെ മിസ്സേ, മെയിൻ ലിസ്റ്റിലോട്ട് വരിക നിങ്ങൾ. മെയിൻ ലിസ്റ്റിൽ വരാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ സംഭവം സെറ്റാവും, ഒരു സംശയം വേണ്ട. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ കാസ്കാഡ് ബാങ്ക് അസിസ്റ്റന്റ് പരീക്ഷ വരുമ്പോഴത്തേക്കും കൂടെ നമ്മൾക്കൊരു ഓൾ കേരള ട്രിപ്പ് നടത്താനും, നിങ്ങളുടെ വീടുകളിലേക്ക് വരാനും, നിങ്ങളുടെ ആതിഥ്യത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കാപ്പിയോ കുടിക്കാനൊക്കെ ഉള്ളൊരു അതൊക്കെയാണ് നമ്മളെ സന്തോഷങ്ങൾ. അതൊന്നുമല്ല കേട്ടോ, ശരിക്കും സന്തോഷം നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സന്തോഷം കാണലാണ്, നേരിട്ട് കാണലാണ്. കാര്യം നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ചിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ജോലി കിട്ടിയിട്ട് ആ അഡ്വൈസ് മെമ്മോ അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് നിറഞ്ഞ കണ്ണുനീരുണ്ട്. അപ്പോൾ ആ ഒരു കണ്ണുനീരും ആ ഒരു സന്തോഷവും ഒക്കെ നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വിജയാശംസകൾ.